അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഒക്കെ സൂറത്ത് യാസീൻ ഓതുന്നവരാണല്ലേ? എന്നാൽ ഇനി ഓതുമ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനടി സഫലമാകും. ത്വരീഖത്തിലെ മശായിഖുമാർ പതിവാക്കി വന്ന രീതിയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക, മനസ്സിലാക്കുക. ഈ രൂപത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മശായിഖുമാർ പഠിപ്പിച്ചു തന്ന രീതിയാണിത്. അല്ലാഹു തആല നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല സഫലീകരിച്ചു തരുമാറാകട്ടെ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോയിലേക്ക് കടക്കാം. എല്ലാ വസ്തുവിനും ഹൃദയമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം സൂറത്ത് യാസീൻ ആണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നവന്റെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കപ്പെടുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ അവൻ പാരായണം ചെയ്തത് ആ ഉദ്ദേശം അവനിക്ക് സാധിക്കുന്നതാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശങ്ങൾ കരുതി സൂറത്തു യാസീൻ വീഡിയോയിൽ പറയുന്നത് പോലെ നാം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഉടനടി സഫലമാകാൻ സൂറത്തു യാസീൻ ഈ രൂപത്തിൽ ഓതി ദുആ ചെയ്യുക. സൂറത്തു യാസീൻ ഓതി ആഗ്രഹം സഫലമാകാൻ ത്വരീഖത്തിലെ മശായിഖന്മാർ പതിവാക്കി വന്ന ഒരു രീതിയാണ് പറയുന്നത്. വളരെ ഉപകാരപ്രദമായ, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന രീതിയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായും കേൾക്കുക, ഓതേണ്ട രൂപം മനസ്സിലാക്കുക. സുബ്ഹി നിസ്കാര ശേഷം ഇനി പറയുന്ന രൂപത്തിൽ സൂറത്തു യാസീൻ ഓതുക. ഔദുവും ബിസ്മിയും ഓതിയിട്ട് യാസീൻ എന്ന് 7 തവണ പറയുക. യാസീൻ 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 ഇങ്ങനെ 7 തവണ പറയുക. തുടർന്ന് 38ാമത്തെ ആയത്ത് എത്തിയാൽ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ഈ ആയത്ത് 14 തവണ ഓതുക. തുടർന്ന് ബാക്കി ഓതുക. 58ാമത്തെ ആയത്ത് എത്തിയാൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, ഈ ആയത്ത് 16 തവണ ആവർത്തിച്ച് ഓതുക. 16 തവണ ഓതിക്കഴിഞ്ഞിട്ട് യാസീനിലെ ബാക്കി ഭാഗം ഓതുക. അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ, ഈ ആയത്തെത്തിയാൽ ഈ ഭാഗം 4 തവണ ആവർത്തിച്ച് ഓതുക. തുടർന്ന് യാസീൻ പൂർണ്ണമായും ഓതുക. ഈ പറഞ്ഞ രൂപത്തിൽ 4 തവണയോ അതല്ലെങ്കിൽ 7 തവണയോ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഓതുക. നമ്മുടെ ഉദ്ദേശം പെട്ടെന്ന് സാധിക്കുന്നതാണ്. എന്ത് ഉദ്ദേശമാണോ നമുക്ക് ഹാസിലാകേണ്ടത് ആ ഉദ്ദേശം മുൻനിർത്തി മനസ്സിൽ കരുതി പ്രത്യേകമായി നാം ദുആ ചെയ്യുക. മഹാനായ സയ്യിദ് ഹഖ്ഖുൻ നാസിരി റളിയല്ലാഹു അൻഹു ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ ഈ സംഭവം പറഞ്ഞത് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക, പതിവാക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഉടനടി സഫലമാകാൻ സൂറത്തു യാസീൻ ഈ പറഞ്ഞ രൂപത്തിൽ പാരായണം ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.